ഹലോ ഗായ്സ്, ഗുഡ് ഈവനിങ്. നമ്മളിന്ന് വണ്ടിയൊക്കെ കഴുകി അകമൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എല്ലാം സെറ്റാക്കി വെച്ച് ഞാനിതിങ്ങനെ വണ്ടിയിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു സംഭവം കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇറങ്ങിപ്പോയി നോക്കിയതാണ്. ഒരപ്പച്ചനും അമ്മൂമ്മയും കൂടെ ഇങ്ങനെ ചില്ല് ചെയ്യാൻ ഇറങ്ങിയേക്കുക. അപ്പോൾ പുള്ളിയുടെ വണ്ടിയുടെ ബാക്കിൽ ഒരു സാധനം ടോ ചെയ്തുകൊണ്ട് വന്നു. അതിൻ്റെ നീളം കണ്ടിട്ട് എനിക്ക് തന്ന സാധനം മനസ്സിലായില്ല. നെതർലാൻഡ് വണ്ടിയാണ്. നെതർലാൻഡ് ആരായതുകൊണ്ട് ഞാൻ ധൈര്യമായിട്ട് പോയി സംസാരിച്ചു. കാരണം നെതർലാൻഡിലുള്ളവർക്ക് ഭൂരിഭാഗം പേർക്കും ഇംഗ്ലീഷ് അറിയാം, അവർ ഇംഗ്ലീഷ് സംസാരിക്കും. ഫ്രാൻസ്, ബെൽജിയം ഒന്നും അത്ര അവർ അങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കുന്നവരെ കിട്ടാറേറാണ്. നെതർലാൻഡ് പക്ഷേ നമുക്ക് പക്ക ആരോടും പോയി സംസാരിക്കാം. ഞാനങ്ങനെ പോയി സംസാരിച്ച് സാധനം ജസ്റ്റ് കാണിച്ചു തരാം. അവരങ്ങ് അവിടെ ഇരിക്കുക. ഞാൻ കുറേ നേരം സംസാരിച്ചിട്ട് ഇങ്ങോട്ട് വന്നേ. ഫോൺ എടുത്തില്ലായിരുന്നു കയ്യിൽ. ആ കാണുന്ന കാറ് കണ്ട, ആ കാറും അതിൻ്റെ ബാക്കിലുള്ള ആ ഇരിക്കുന്ന അപ്പച്ചനും അമ്മച്ചിയാണ്. അതിൻ്റെ ബാക്കിൽ ആ നീളത്തിൽ ടോ ചെയ്ത് കൊണ്ടുവന്ന സാധനം കണ്ടോ. ഇത് കണ്ടിട്ടാണ് ഞാൻ പോയി സംസാരിക്കുന്നത്. ഇതെന്താ അറിയാമെന്നുള്ളൊരു ആകാംക്ഷയിൽ ഞാൻ പുള്ളിയോട് പോയിട്ട് ഹലോ ഒക്കെ പറഞ്ഞ് അങ്ങനെ ഞാൻ ചോദിച്ചത് എന്താ സാധനമെന്ന്. അപ്പോൾ പുള്ളി എനിക്കത് തുറന്ന് കാണിച്ചു തന്നു. തുറന്ന് കാണിച്ചു തന്നിട്ട് അത് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു ചെറിയ ഗ്ലൈഡർ പ്ലെയിനാണ്. പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ചെറിയൊരു എന്താ അതിനെ വിളിക്കണ്ടേ, പ്ലെയിൻ എന്നല്ലേ വിളിക്കാൻ പറ്റൂ, ഫ്ലൈറ്റ് എന്ന് പറയാൻ പറ്റില്ല. ചെറിയൊരു പ്ലെയിനാണത്. അതിനകത്ത് ഗ്ലൈഡർ പ്ലെയിനാണ്. അതിന് എൻജിനില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചപ്പോഴത്തേക്കും എൻജിനില്ലാത്തത് എങ്ങനെ പറക്കും എന്നൊക്കെ ഉള്ളൊരു ഇതിൽ ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇവർ ഫ്രാൻസിൻ്റെ സൗത്ത് ഭാഗത്തേക്കാണ് ഇവർ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അവിടെ എങ്ങാണ്ട് ഒരു എയർ സ്ട്രിപ്പും പിന്നെ ഒരു എയർ ക്ലബ്ബൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ഇവരൊരു ഗ്യാങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ആ ഒരു ടീമായിട്ടാണ് സംഭവം ഇവർ ഇത് സംഘടിപ്പിക്കുന്നത്. ഇതിൻ്റെ ഫ്ലൈയിങ്ങോ കാര്യങ്ങളൊക്കെ. ഇത് പറക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഒരു ഒറിജിനൽ മീൻസ് ഇത് ഒറിജിനലാണ്. ബട്ട് പറക്കുന്ന ഈ എഞ്ചിനൊക്കെ ഉള്ള ഒരു ഫ്ലൈറ്റിൻ്റെ പിറകിൽ ഇതിനെ കെട്ടി വലിച്ച് ടേക്ക് ഓഫ് ചെയ്തിട്ട് ഒരു ഹൈറ്റിൽ വെച്ച് ഇതിനെ വിട്ടു കൊടുക്കും. പിന്നെ ഇത് ഗ്ലൈഡ് ചെയ്യണം. ഇതിനെ ഗ്ലൈഡർ എന്ന് വിളിക്കുന്നതിൻ്റെ ഒരു കാര്യം. പിന്നെ ഇത് ഗ്ലൈഡ് ചെയ്ത് എയറിനനുസരിച്ച് ഇത് പറന്ന് കാറ്റുള്ളിടത്തോളം ഇത് പറക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഇത്. ഞാൻ എത്ര ദൂരം അങ്ങനെ ഇത്ര എന്നൊന്നുമില്ല. കാറ്റനുസരിച്ച് കാറ്റിൻ്റെ ഗതിയും ഒരു ഇതും അനുസരിച്ച് ഇതിങ്ങനെ പറന്നുകൊണ്ടേ ഇരിക്കുമെന്നാണ് പുള്ളി പറഞ്ഞത്. എന്നിട്ട് സേഫായിട്ട് എവിടെയെങ്കിലും ലാൻഡ് ചെയ്യുക. ഇൻ കേസ് ഓഫ് എമർജൻസി അതിൽ പാരച്യൂട്ട് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. പുള്ളി അതൊക്കെ കാണിച്ചു തന്നായിരുന്നു. പുള്ളി തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ സാധനമാണ് ഇത്. നമ്മുടെ നാട്ടിലും ഇതേപോലെ നമ്മൾ പല വീഡിയോസും കാണാറുണ്ട്, ഇങ്ങനെ ആൾക്കാർ ഓരോന്ന് ഉണ്ടാക്കിയിട്ടുള്ളതൊക്കെ. അപ്പോൾ അതേപോലെ പുള്ളിയും ഈ ഒരു റിട്ടയർമെൻറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയേക്കുന്നതാണ്. എന്നിട്ട് ഞാൻ ചോദിച്ചു അപ്പോൾ എൻജിൻ ഇല്ലാത്ത ഒരു സംഭവം പുള്ളിയുടെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ പുള്ളിക്ക് വേറൊരു ഗ്ലൈഡറും കൂടെ ഉണ്ട്, എൻജിനുള്ള ഒരെണ്ണം കൂടി ഉണ്ട്. പിന്നെ അതിനെക്കാട്ടിയും കുറച്ചുകൂടെ സുഖം ഇതാണ് എന്നുള്ളതുകൊണ്ട് പുള്ളി ഇത് കൊണ്ടു കിടക്കുക. പക്ഷെ ഞാൻ ആലോചിച്ചതാണ്, നമ്മുടെ നാട്ടിൽ ഒരു ചെറിയൊരു പെട്ടിവണ്ടി പോലും കെട്ടി വലിക്കാൻ പറ്റത്തില്ലല്ലോ. എന്തെല്ലാം നിയമങ്ങളാണ്. അന്നേരമാണ് ഇത്രയും നീളമുള്ളൊരു സാധനം പുള്ളി സ്വന്തമായിട്ട് ഉണ്ടാക്കിയൊരു സാധനം കെട്ടി വലിച്ചുകൊണ്ട് പോകുന്നത്. അതും ഈ ട്രെയിലർ ഉൾപ്പെടെ പുള്ളി മോഡിഫൈ ചെയ്ത് ഉണ്ടാക്കിയെടുത്ത ഒരു സാധനമാണ്.